ഗുഡ് മോർണിംഗ് ഗൈസ്. ട്രാവൽ ബ്രോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഇന്ന് എവിടെ നിൽക്കണേന്ന്. ഇന്ന് നിൽക്കുന്ന സ്ഥലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, പക്ഷേ ഒരുപാട് മാറ്റങ്ങൾ വന്നു ആ സ്ഥലത്തിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മനസ്സിലാവില്ല എവിടെ നിൽക്കണേന്ന്. എന്നാൽ കൂടി ഞാൻ പറയാം, നമ്മളുടെ പഴയ വീട് പണിത് വിറ്റിരുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മൂച്ചായൊക്കെ ആകെ മാറി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പ്ലോട്ട് കൊടുത്തായിരുന്നു. അതിൽ വീട് പണിത് ഇപ്പോൾ 2 നിലയുടെ 2ാം നിലയുടെ വാർക്കയുടെ അവിടെ മതിയായി കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടേക്ക് എത്താനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ കൊടുക്കാത്ത 2 പ്ലോട്ടുകളുണ്ട്. അതിലൊരു പ്ലോട്ടിൽ ഒരു വീട് പണിയാനുള്ള പരിപാടിയാണ്, അത് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ വീട് പണിയേക്കാളും മുന്നേ ഫസ്റ്റ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴൽക്കിണർ അടിക്കലാണ്. അപ്പോൾ കുഴൽക്കിണർ അടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അത് വെയിറ്റ് ചെയ്ത് കുറേ നേരമായിരുന്നു നിൽക്കണം. അപ്പോൾ അത് അവർ വന്നു താഴത്തെ അതിൻ്റെ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മുകളിലേക്ക് ഒന്ന് കയറി വന്ന് ഇൻട്രോ എടുത്തിട്ട് പോരാന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്ത സ്ഥലത്ത് ഇപ്പോൾ നിലവിൽ ഒരു വീട് നോക്കിയേ പണിത് ഇതുവരെ ആയിട്ടോ. അപ്പോൾ നമ്മളുടെ ഈ പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇതിന് മുന്നേ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്കറിയാം, മെയിൻ റോട്ടിൽ നിന്ന് നമ്മളൊരു 200-300 മീറ്റർ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞ് റോഡിൻ്റെ സൈഡിൽ, ടാറിങ് റോഡിൻ്റെ സൈഡിൽ തന്നെ കാണുന്ന ഈ ഫസ്റ്റ് കാണുന്ന പ്ലോട്ടാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ കൊടുത്തത്. ഈ പ്ലോട്ടിലാണ് ഇപ്പോൾ വീട് പണി ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ 2ാം നിലയുടെ സൺഷൈഡ് വാർക്കിൽ വരെ ആയിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഇവിടെ നിന്നുള്ള മണ്ണും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മുടെ അപ്പുറത്തെ പറമ്പിലേക്ക് അതും കൊടുക്കാനുള്ള സ്ഥലമാണ് കേട്ടോ. പക്ഷേ ഫസ്റ്റ് നമ്മൾ ഇതല്ല കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, കൊടുക്കും, പക്ഷേ വീട് പണിത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് താഴത്ത് നമ്മൾ മറ്റേ വീട് പണിതിട്ടുള്ളതിൻ്റെ അപ്പുറത്ത് തന്നെയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയാണ് ആദ്യമായിട്ട് വീട് പണിയണത്. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഈ വീടിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ ഞാൻ ഇടയ്ക്ക് വരുന്ന സമയത്ത് നോക്കി പോകാറുണ്ട്. നമ്മളിങ്ങനെ കണ്ട് ആസ്വദിക്കും. നമ്മളല്ലാത്ത പണിയാണ്, നമ്മൾ സാംസനാണ് പണിയും കാര്യങ്ങളൊക്കെ ഫുള്ള് കൊടുത്തിട്ടുള്ളത്. സാംസൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നമ്മളുടെ വീഡിയോകൾ കാണുന്ന ആൾക്കാരാണെങ്കിലാണ് കേട്ടോ നമ്മൾ പറയുന്ന പേരുകളും നമ്മൾ പറയുന്ന ആൾക്കാരെയൊക്കെ പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഇതിന് മുന്നേയുള്ള വീഡിയോകളിലൊക്കെ ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ചാച്ചന്മാരുടെ വീടുകളും അതേപോലെ തന്നെ ചേട്ടന്മാരുടെ വീടുകളൊക്കെ പണിതിട്ടുള്ളത് സാംസൺ തന്നെയാണ്. അപ്പോൾ ഈ കഴിഞ്ഞൊരു പ്രാവശ്യമാണ് ഞാൻ താഴത്തെ വീട് പണിത്. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പണിത് വരുമ്പോഴും ഏറെക്കുറെ ഈ ഒരു പൈസയിലേക്കൊക്കെ മുട്ടും. അപ്പോൾ പിന്നെ ഇവരുടെ അടുത്താണെങ്കിൽ എന്താ പറയുക, വാർക്കയുടെ സെറ്റ് പണിക്കാർ വിളിച്ച് അപ്പം തന്നെ വരും. അപ്പോൾ നമ്മൾ 6 മാസം കൊണ്ട് പണിയണത് ഒരു 4 മാസം കൊണ്ട് പണിയും. അപ്പോൾ അത് തന്നെയല്ല, എല്ലാ മെറ്റീരിയൽസും എല്ലാ സംഭവങ്ങളും നമ്മൾ പറയുന്ന രീതിയിലുള്ള സംഭവങ്ങൾ ഇട്ടിട്ടാണ് ചെയ്യണം. അപ്പോൾ ഇത്രയധികം വീടുകൾ അവൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഫുള്ള് ഈ പ്രാവശ്യത്തെ പണി അവനെ ഏൽപ്പിച്ചേക്കാണ്. അപ്പോൾ ഈ വീടും അതുപോലെ തന്നെ എന്നോട് പണിയാൻ പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പണിനേക്കാളും വൃത്തിയും വെടുപ്പായിട്ട് അവൻ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനാണ് അവന് പണി ഏൽപ്പിച്ചു കൊടുത്ത് ഈ സ്ഥലം മേടിച്ച ആൾക്കാർ നമ്മുടെ മറ്റേ വീട് നോക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവർക്ക് കുറച്ചുകൂടി വലിയ വീട് വേണം, അല്ലെങ്കിൽ ഇത്തിരി കൂടി റേറ്റ് കൂടിയ രീതിയിൽ കുറച്ചുകൂടി, ഇത് 1200 സ്ക്വയർ ഫീറ്റ് കണ്ടാന്ന് തോന്നുന്നുണ്ട് ഈ വീട്, ഇപ്പോൾ പണിയണ വീട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ലേശം വലുത് വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഈ സ്ഥലത്ത് നമ്മൾ സ്ഥലം തന്നിട്ട് വീട് പണിത് തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഈ സ്ഥലം കൊടുത്ത് വീട് പണിത് കൊടുക്കുകയാണ് കേട്ടോ. വീട് പണിത് കൊടുക്കുന്നത് ഇപ്പോൾ ഞാനല്ലാന്നുള്ളൂ, നമ്മളുടെ കെയർ ഓഫിൽ തന്നെയാണ്, സാംസനാണ് പണിത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കെട്ട് കണ്ടില്ലേ, ഈ ഒരു കെട്ടിൻ്റെ ഇപ്പുറത്തേക്കുള്ളതിന് നമുക്ക് ബാക്ക് വരെ ഒരു 7 സെൻറ്റ് കൊടുക്കാനുള്ളതാണ്. ഈ ഫ്രണ്ടിലത്തെ 7 സെൻറ്റാണ് ഇപ്പോൾ നമ്മൾ നിലവിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ ഫുള്ള് ഞാൻ തന്നെയാണ് കേട്ടോ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു സാംസന്. അതേപോലെ ആ പാർട്ടിക്കും നമ്മൾ വരച്ചു കൊടുത്ത പ്ലാൻ ഇഷ്ടമായി. അതേപോലെ തന്നെ അപ്പോൾ പ്ലാൻ വരച്ചു. എന്നിട്ട് ഞാൻ സിമ്പിളായിട്ടുള്ള പ്ലാൻ ഞാൻ പറഞ്ഞ് നമ്മൾ കൈ കൊണ്ട് വരച്ച് കഴിഞ്ഞിട്ട് അവർ മൊത്തം വരച്ചു. പിന്നെ വലിയ അങ്ങനെ എന്താ പറയുക കറകുറയുള്ള പ്ലാനൊന്നുമല്ല, ഒരു സിറ്റ് ഔട്ട് 4 അടി 4-10 ഒരു സിറ്റ് ഔട്ടും, പിന്നെ അതുപോലെ കയറി വരുമ്പോൾ ഒരു ലിവിങ് റൂം ഒരു 10-10 ലിവിങ് റൂമുണ്ട്. പിന്നെ അവിടുന്ന് കയറി വന്ന് കഴിയുമ്പോൾ നിലവിൽ ഒരു കോണി റൂം മുകളിലേക്ക്, അതിൽ ഒരു ബെഡ്റൂമാണ് കേട്ടോ മുകളിൽ വരുന്നത്. പിന്നെ ഒരു ഡൈനിങ്ങിൻ്റെ ഏരിയ, ഇപ്പോൾ ജനലയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട്. ഫുള്ള് സ്റ്റീലിൻ്റെയാണ് കേട്ടോ ഇറക്കിയിട്ടുള്ളത്. പിന്നെ ഇവിടെ 2 ബെഡ്റൂമിലേക്ക് ഉള്ള എൻട്രൻസാണ്. 2 ബെഡ്റൂമിൻ്റെയും ബാത്റൂമും കാര്യങ്ങളും ഒക്കെ ഇവിടെ തന്നെയാണ്. ഒരു ബാത്റൂം ഇതിലും, പിന്നെ ഒരെണ്ണത്തിൻ്റെ ബാത്റൂം തൊട്ട് ഇപ്പുറത്തുമാണ് കേട്ടോ. അതെ, ഇതാണ് 2ഉം അറ്റാച്ച്ഡ്. ഇതൊരു 11-10 അതുപോലെ തന്നെ 12-10 ഒക്കെ ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ അളവുകൾ. പിന്നെ ഈ ഹോള് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ തന്നെ ഇവിടെ ഒരു കിച്ചൺ. അപ്പോൾ താഴത്തെ 2 ബെഡ്റൂമും ഹോളും കോണി റൂമും കിച്ചനും ലിവിങ്ങും അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് എന്ന് പറയണത്. പിന്നെ ഈ ഒരു വശത്ത് കെട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് മണ്ണിട്ട് ഫില്ല് ചെയ്യണം. നമ്മളുടെ കുഴൽക്കിണർ അടിക്കാൻ വന്നിട്ടുള്ള വണ്ടിയുടെ സെറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ഓരോന്ന് ഇറക്കണമുണ്ട്. അപ്പോൾ നമുക്ക് താഴെ പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ.
ഈ ഒരു പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തത് 2.5 ഉറുപ്പികയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളുടെ ആ ഒരു പ്ലോട്ടിൽ വീട് വെച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലോട്ട് നമ്മൾ കൊടുക്കാൻ പോകുന്നത് 2 ലക്ഷം രൂപയ്ക്കാണ്, പ്ലസ് നമ്മുടെ വീടിൻ്റെ പൈസയും കൂടി. അങ്ങനെയാണ് കേട്ടോ നമ്മൾ അതിൽ വീട് വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ 7 സെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 ലക്ഷം രൂപ സ്ഥലത്തിന് തന്നെ വരും. പിന്നെ ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീടാണെങ്കിൽ ഒരു 22 ലക്ഷം രൂപ വീട്, പിന്നെ മതിൽ ഗേറ്റൊക്കെ ആകുമ്പോൾ ഒരു 25 ലക്ഷം രൂപയുടെ മുകളിൽ ഇത് പോകും. അപ്പോൾ ഒരു 40 ലക്ഷം രൂപയുടെ ഉള്ളിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ, വീടും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ഇനിയിപ്പം നമുക്ക് കുഴൽക്കിണറ് അടിയും കാര്യങ്ങളൊക്കെ കാണാം. നേരെ അങ്ങോട്ടേക്ക് പോകാം. ഇവിടെയാണെങ്കിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനല ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വേണമെങ്കിൽ ജസ്റ്റ് കാണിച്ചു തരാം. കണ്ടോ, ഇത് കോൺക്രീറ്റിൻ്റെ ജനല ആയതുകൊണ്ട് തന്നെ ഈ സംഭവം ഉള്ളിലൊക്കെ സിമെൻറ്റ് ഫില്ല് ചെയ്യും ഫുള്ള്, എന്നിട്ടാണ് ഇത് കയറ്റി വയ്ക്കുക. കണ്ടോ, ഈ ഗ്യാപ്പുകളില്ല, ഈ ഗ്യാപ്പുകളിൽ മുഴുവൻ ഇപ്പോൾ സിമെൻറ്റ് ഫില്ല് ചെയ്യുന്നുണ്ട്. സിമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണലും മെറ്റലും പരിക്കൻ കൂട്ടിയിട്ടുള്ള സാധനം എല്ലാവർക്കും ഫില്ല് ചെയ്തിട്ട് ഓരോ ജനല വെക്കുക. അപ്പോൾ തേപ്പിന് മുന്നേ ജനലയും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റാക്കി ഇത് ചെയ്യട്ടെ. ജനലയുടെ അഴികളൊക്കെ കണ്ടു, അഴികളൊക്കെ ഇങ്ങനത്തെ ടൈപ്പ് കമ്പികളാണ്. പിന്നെ ഫുള്ള് സ്റ്റീലിൻ്റെയാണ്. അതുപോലെ ഫ്രണ്ട് ഡോർ നമ്മൾ പറഞ്ഞാൽ സ്റ്റീലിൻ്റെ ആകും. ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മരത്തിൻ്റെ വേണമെങ്കിൽ മരത്തിൻ്റെ വെച്ച് വരും. അതിപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്ത് വരും കേട്ടോ. അപ്പോൾ അവിടെ വയറിങ്ങിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ കുത്തിപ്പുളിയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ എല്ലാ പണികളും ഇവർക്കെന്ന് പറഞ്ഞാലേ എല്ലാ പണികളും ചടപടാന്ന് പറഞ്ഞ് ചെയ്യും. കാരണം ഇവരിൽ എല്ലാ പണിക്കാരും ഓൾറെഡി ഉണ്ട്. ഇവനിപ്പോൾ ഒരു എനിക്കൊന്ന് 5-8 സൈറ്റോളം പണി നടക്കാൻ, 10 സൈറ്റിൻ്റെ മുകളിലൊക്കെ ഉണ്ടെന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തു നിന്ന് പണിക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പണികൾ തീർക്കാനായിട്ട് പറ്റും. ഈ വീടിൻ്റെ ഫുൾ വർക്ക് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് എലിവേഷൻ ഭംഗിയൊക്കെ സൂപ്പറാണ് കേട്ടോ, അടിപൊളിയായിട്ട് നിൽക്കും. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കെട്ടും കാര്യങ്ങളൊക്കെ ബാലൻസ് ഉണ്ട്. അപ്പോൾ ഈ പ്ലോട്ടിലാണ് നമ്മൾ ഇനിയിപ്പോൾ അടുത്ത വീട് പണിയാൻ ഉദ്ദേശിക്കുന്നത്. ഇതും സിംഗിൾ സ്റ്റോറേജ് 3 ബെഡ്റൂം സംഭവമാണ് കേട്ടോ നമ്മൾ ഇതിനകത്തും പണിയാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇതേ നമ്മളുടെ കൊടുത്ത വീട് ഇതാണ്. അപ്പോൾ നമ്മളുടെ കൊടുത്ത വീടും അവർ അടിപൊളിയായിട്ട് ചെടിയും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു സംഭവം കണ്ടു. ഇപ്പോൾ എനിക്ക് തന്നെ കാണാനില്ല ഇതിക്കടെ നോക്കുമ്പോൾ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വെയിൽ ഇങ്ങോട്ട് നന്നായിട്ട് അടിക്കുകയാണ്, അപ്പോൾ അതുകൊണ്ട് കാണുന്നില്ല ശരിക്കും. അപ്പോൾ വെള്ളവും കാര്യമൊന്നും ഇവിടെ സാധാരണഗതിക്ക് യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതാണ്. അപ്പോൾ എന്തായാലും ഇവർ സാധനം സെറ്റിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടി തുടങ്ങണത്. ഇത് ജനറേറ്റർ, അതുപോലെ തന്നെ എയർ കംപ്രസർ കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. ഇപ്പോൾ കംപ്രസറും കാര്യങ്ങളൊക്കെ കണ്ടോ. ഇത് എനിക്കൊന്ന് ഡീസലിൻ്റെ ടാങ്ക്, ഇത് ജനറേറ്റർ, പിന്നെ എയർ കംപ്രസറിൻ്റെ സംഭവങ്ങളൊക്കെ ഇതിൽ തന്നെ ആയിരിക്കണം. അതെ, കംപ്രസർ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അടിയിൽ തന്നെയാണ് സെറ്റിംഗ് എന്ന് തോന്നുന്നു, കറക്റ്റ് അറിയില്ല. പിന്നെ പൈപ്പാണ് കുഴൽക്കിണർ അടിക്കുമ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 90 രൂപയാണ് കേട്ടോ. ഇവിടെ തൃശ്ശൂരിലൊക്കെ 4 ഇഞ്ച് ഇതും അതേപോലെ തന്നെ പൈപ്പ് 5 ഇഞ്ചും വലിപ്പം വരാവുന്ന രീതിയിലുള്ള സംഭവം അടിക്കാനായിട്ട് ഇവിടുത്തെ റേറ്റ് വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 90 രൂപയാണ്. പിന്നെ പൈപ്പിന് ISI മുദ്രയുള്ള നല്ല പൈപ്പിന് 300 രൂപ. അപ്പോൾ നമ്മൾ അതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും പരിപാടി ഇവർ സ്റ്റാർട്ട് ചെയ്യാണ്, നമുക്ക് കാണാം കേട്ടോ ഓരോന്ന്. അപ്പോൾ വണ്ടിയിൽ നിന്ന് സാധനങ്ങൾ ഒക്കെ ഇറക്കി. ഫസ്റ്റ് ഇറക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയിൽ സെറ്റ് ചെയ്യണ ഒരു ഫൗണ്ടേഷനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം ഇറക്കി ഇത് ഒരു ലെവലിൽ കട്ടൊക്കെ വെച്ച് ഉറപ്പിക്കുകയാണ് ആദ്യം തന്നെ. അപ്പോൾ ഇതാണ് കുറ്റി അടിച്ചിട്ടുള്ള ഇത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വേണം ഇനിയിപ്പോൾ കോയിലടിച്ച് പോകാനായിട്ട്. അപ്പോൾ അത് കറക്റ്റ് പ്ലാറ്റ്ഫോം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വെച്ച് ടൈറ്റ് ചെയ്യും. ഇത് കട്ട അടിയിൽ 3 കട്ട അടിയിൽ വെച്ച്, എന്നിട്ട് വാട്ടർ ലെവൽ നോക്കി ചെരിഞ്ഞ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വാട്ടർ ലെവൽ നോക്കിയിട്ട് ആണ് കേട്ടോ ഈ സാധനം സെറ്റ് ചെയ്യണത്. ഇപ്പോൾ അവരുടെ അടുത്ത വണ്ടി വന്നിട്ടുണ്ട്, പൈപ്പും സംഭവങ്ങളും ജനറേറ്ററൊക്കെ ഉള്ളത്. ഇനി ഇതിൽ നിന്ന് ജനറേറ്ററും അത് മറ്റേ എയറും കൊടുത്തിട്ടാണ് കേട്ടോ വർക്ക് ചെയ്യണത്. അപ്പോൾ 2 വണ്ടിയും റെഡിയായി. പിന്നെ ഇപ്പോൾ വർക്ക് തുടങ്ങിയാൽ മതി. ഇവർ മൊത്തം 1 2 3 4 5 6 7 8 9 പേരാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ എന്തായാലും മെല്ലെ എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് വർക്ക് തുടങ്ങട്ടെ. വാട്ടർ ലെവൽ കറക്റ്റ് ചെയ്ത് എല്ലാ സംഭവവും സെറ്റ് ചെയ്തു കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നമ്മളുടെ കുറ്റി വരാവുന്ന കണ്ടീഷനിൽ സാധനം കറക്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്യാണ്. 4 കട്ടയമ ഈ ഒരു ഇത് വന്നേക്കണ കേട്ടോ, അതങ്ങനെ അടിച്ചടിച്ച് ടൈറ്റ് ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുള്ള് വീഡിയോ നമുക്ക് കാണാം, എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ചെയ്യണേ എന്നുള്ള പരിപാടി. ഇത് എയർ കൊടുക്കുന്ന ഓൾസും കാര്യങ്ങളൊക്കെയാണ്, അതൊക്കെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. ഇതാണ് കേട്ടോ കുറച്ച് വെയിറ്റുള്ളൊരു സാധനം എന്ന് പറയണത്. കാരണം ഉള്ളതിലേക്ക് ഏറ്റവും വെയിറ്റ് കൂടിയ സാധനം ഇതും പിന്നെ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന വേറൊരു ഇതുമുണ്ട്, അതാണ് ഇതുമ്മ സെറ്റ് ചെയ്യാനുള്ളത്.
ആദ്യമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ തമിഴ് ആൾക്കാരായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഫുള്ളും ഹിന്ദിക്കാരായി. ഇപ്പോൾ തമിഴന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഇതിൻ്റെ ഒരു മെയിൻ ഒരാൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ഫുൾ ആൾക്കാരും ഈ പറഞ്ഞ പോലെ ഹിന്ദിക്കാരാണ് ഇപ്പോൾ വരുന്നത്. ഇതാണ് അവളുടെ നെറ്റ് ബോൾട്ടും പരിപാടിയും സംഭവങ്ങളും. ഇതൊക്കെ ഇതിനകത്തേക്ക് ഇട്ടിട്ട് ടൈറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ആ കൊണ്ടുവന്ന സാധനം ഒക്കെ പാർട്സാണ്. സപ്പോർട്ട് പോലെയല്ല, നാല് ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനം ഫിറ്റിംഗ് ആയി. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയതൊക്കെ അടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിൽ അങ്ങനെ തന്നെ വെച്ച് കൊണ്ടുവരാം കേട്ടോ ചെയ്യുക. അപ്പോൾ വണ്ടി അടുപ്പിച്ച് നിർത്തി അങ്ങനെ അടിക്കുകയാണ്. ഇതെന്ന് പറഞ്ഞാൽ പുറത്ത് കൊണ്ട് സെറ്റ് ചെയ്യണത് കൊണ്ട് വണ്ടി എത്ര അകലത്തിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ചോദിച്ചു നോക്കി നോക്കാം എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പരിപാടികൾ എന്നുള്ളത് കേട്ടോ. ഇതൊക്കെ ചെറിയ ചെറിയ പീസുകളാണ് കേട്ടോ. മറ്റേന്ന് പറഞ്ഞാൽ സാധാരണഗതിക്ക് ഒറ്റൊരു സംഭവമാകുമ്പോഴേ ഒറ്റയ്ക്ക് എടുത്തുകൊണ്ട് വരാൻ ഒന്നിനും പറ്റില്ല. ഇതിങ്ങനെ പാർട്സ് ആയ കാരണം പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇത് അവിടെ അതിൻ്റെ ഉള്ളിൽ 2-3 ഐറ്റംസ് കൂടി ഉണ്ട്. ഒരു സ്പാൻഡർ കണ്ടോ ഇത് അഴിക്കാനുള്ളത്. പിന്നെ ഇവിടെ അതിൻ്റെ അടിക്കണ മറ്റേ മണ്ണിലടിക്കണ സാധനം വലുത്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്ലിലേക്കാവുമ്പോൾ അത് ലേശകടിയും ചെറുത്. പിന്നെ അതിൻ്റെ ഏറ്റവും വലിപ്പം കുറഞ്ഞ ടൈപ്പ്. അപ്പോൾ അങ്ങനെ നമ്മൾ 4.5 ഇഞ്ചിൻ്റെ ആയിട്ടാണ് കേട്ടോ അടിക്കണത്. ഇപ്പോൾ കൊണ്ടുവന്ന സാധനം അവിടെ വെച്ച് ഇത് കണ്ട് ഈ ഒരു ചെയിനിൻ്റെ ബ്ലോക്കായിട്ട് ഇതായിട്ട് കണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി ലോക്കാക്കി. അത് ലോക്കാക്കിയിട്ട് അതിന് ഒരു ഉള്ളിലൊരു കമ്പി ഇട്ട് കൊടുത്ത് അതും ലോക്കായി. അപ്പുറത്തൊരു ഇത് ഇട്ടു, അതിനൊരു ലോക്ക് ഇട്ടു കേട്ടോ. ഫിറ്റിങ്ങിൻ്റെ സംഭവത്തിൽ ഇപ്പോൾ 3ാമത്തെ സാധനം എയർ പൈപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കണം. ആ സംഭവം ഫിറ്റ് ചെയ്തു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ സെപ്പറേറ്റ് എയർ പൈപ്പും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. വലിയ പൈപ്പ് വരുന്നു, അതേപോലെ ചെറിയ പൈപ്പ്. ഇത് ഓപ്പറേറ്റർ ഇവിടെയല്ലേ ഓപ്പറേറ്റർ ഇരിക്കുക? ഇവിടെ ഇതാണ് ലിവറും കാര്യങ്ങളൊക്കെ. ഇവിടെ ഇരുന്നിട്ടാണ് ഓപ്പറേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഓസ് ഇതിനകത്തേക്ക് കണക്ട് ചെയ്യും. പിന്നെ അവിടെ നിന്ന് വരുന്ന ഓസ് അതിങ്ങനെ പോയിട്ട് അവിടേക്ക് അത് തന്നെയാണെന്ന് കൊണ്ട് വളഞ്ഞ് ഇതിനകത്തേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഫുൾ ഫിറ്റിങ്സും കാര്യങ്ങളും എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്കൊന്ന് മാറിയതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് കണ്ടില്ല, അതാണ് ഉണ്ടായത്. ഇത് വെള്ളമാണ് കേട്ടോ ഈ ടാങ്കിൽ നിറയ്ക്കുന്നത്. ഞാനിത് എയർ ടാങ്ക് ആവുമെന്ന് ചോദിച്ചിട്ടാണ് ഇരുന്നത്. എയർ ടാങ്ക് അല്ല, ഇത് വെള്ളം നിറച്ച് കഴിഞ്ഞിട്ട് ചെളി വരുവാണെങ്കിലും പൊടി വരുവാണെങ്കിലും ഈ സാധനം അങ്ങോട്ട് താഴത്തേക്ക് ഇറക്കി വിടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് കാരണം പൊടി കൂടുതൽ പറക്കാണ്ടിരിക്കാനും ആകെ എന്താ പറയുക ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. അതെനിക്ക് മനസ്സിലായിട്ടില്ല. നമ്മൾ ഓരോന്നോരോന്നേ നോക്കി നിന്ന് കഴിഞ്ഞാലാണ് എല്ലാം മനസ്സിലാവുള്ളൂ. പിന്നെ അതുപോലെ തന്നെ അവരിത് ഇപ്പോൾ ഒരു കാര്യം ചെയ്യണം കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഓരോ പ്രാവശ്യം അഴിച്ചിട്ട് രണ്ടാമത് ഫിറ്റ് ചെയ്യണ സമയത്തും ഈ പറഞ്ഞ പോലെ തന്നെ ഇതുണ്ടോ ഗ്രീസ് തേച്ച് വയ്ക്കും. അപ്പോൾ സിമ്പിളായിട്ട് ആ പണി അങ്ങോട്ട് നടക്കുന്നു. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈറ്റോ കാര്യങ്ങളോ ഒന്നും വരില്ല. അപ്പോൾ ഇപ്പോൾ എത്ര എടുത്ത് വെച്ചിട്ടുണ്ട്? 1 2 3 4 5 6 7 8 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90ൻ്റെ പകുതി 35 അടി. അവരുടെ ഉദ്ദേശം ഒരു 35 അടി 40 അടിയോട് കൂടിയിട്ട് പാറ കാണും എന്നുള്ളതാണ് സംഭവം. ഇവിടെ മട്ടിപ്പാറകളൊക്കെ ആദ്യം കാണും, പക്ഷേ വിരിച്ച പാറയിലേക്ക് ചെല്ലണ വരെ നമ്മൾ എന്താ പറയുക മറ്റേ മണ്ണിലടിക്കുന്ന സാധനം ഇട്ടിട്ട് തന്നെയാണ് അടിക്കാൻ തോന്നുന്നു. കാരണം അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വരികയാണെങ്കിൽ പിന്നെ അത് പ്രശ്നമാവും. അപ്പോൾ അത് കാരണം കല്ലിറങ്ങാനൊക്കെ ചാൻസ് ഉണ്ട്. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാധനം അടിക്കുന്ന സമയത്ത് ഇടയിൽ മണ്ണ് കഴിഞ്ഞ് ഫുൾ പാറയിലേക്ക് എത്തണ സ്ഥലം വരെ പൈപ്പ് ഇറക്കും. എന്നാലാണ് നമുക്ക് എന്താ പറയുക പെർഫെക്റ്റായിട്ട് ഉള്ള വെള്ളം പിന്നീട് പ്രശ്നം വരാണ്ട് എന്താ പറയുക മോട്ടർ ഇറക്കിയാലും എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ലാത്ത കണ്ടീഷനൊക്കെ ആവുള്ളൂ. ഇനിയിപ്പോൾ ഒരു ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കാമെന്നും കൊണ്ടിട്ട് ചെയ്യണത്. അങ്ങനെയാണ് ഇവരെ പരിപാടി സാധാരണഗതിക്ക്. അപ്പോൾ നോക്കി നോക്കട്ടെ ഇനിയിപ്പോൾ എന്താണ് അടി എപ്പോഴാണ് തുടങ്ങണമെന്നുള്ളതൊക്കെ നോക്കട്ടെ. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചിരുന്ന സാധനം മണ്ണിലടിക്കുന്നതല്ല കേട്ടോ, അത് പാറയിലടിക്കുന്നതാണ്. ഈ കാണുന്ന സാധനമാണ് മണ്ണിലടിക്കുന്നത്. ഇതാണ് ഈ എന്താ പറയുക പാറയിലടിക്കുന്ന ചെറിയ ചെറിയ ഇതുള്ളത്. ഇത് നോക്കിയാൽ ഇത് വേറൊരു ടൈപ്പാണ്, ഇത് വലിയ ടൈപ്പാണ്. കണ്ടോ? അപ്പോൾ ഇത് അവിടെ നിന്ന് ഊരിയെടുത്തത് ഇട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ആദ്യം വിചാരിച്ചു ഇപ്പോൾ 2 ഇരുന്നപ്പോൾ അതെ ഇത് മണ്ണിലും മറ്റേത് കല്ലിലും ആണെന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല, അതിനകത്തേക്ക് ഫിക്സ് ചെയ്യാൻ കേട്ടോ. കണ്ടോ? ഇതൊക്കെ ഇവർ ഒറ്റയ്ക്ക് തന്നെയാണ് കേട്ടോ ഈ സാധനമൊക്കെ എടുക്കണതില്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര വെയിറ്റുള്ള സാധനമല്ലേ, പ്രശ്നമില്ല. ആ ഷോൾഡറിൽ വെച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും. നേരത്തെ അവൻ ഒറ്റയ്ക്ക് എടുത്ത ആ സാധനം
സ്ഥിരം നിത്യാഭ്യാസി ആനി എടുക്കുന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് തന്നെ അവസ്ഥ. അത് സ്ഥിരമായിട്ട് ചെയ്യണത് കൊണ്ട് അവർക്ക് പ്രശ്നമില്ല. വണ്ടി അവിടെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ബോർവെല്ലിൻ്റെ വണ്ടി സ്റ്റാർട്ടിങ് കഴിഞ്ഞു. ഇത് ഫിറ്റിമെൻ്റ് സാധനങ്ങൾ കൊണ്ടുവരുന്ന വണ്ടിയും ഇത് ബോർവെൽ അടിക്കുന്ന മെഷീനും എയർ കംപ്രസറും സാധനങ്ങളും ജനറേറ്ററും എല്ലാം ഉള്ള വണ്ടിയാണ് കേട്ടോ. അപ്പോൾ അതാണ് ഈ 2 വണ്ടി. സാധനം അതിൻ്റെ ഉള്ളിൽ കൂടെ കിടത്തി. ഈ ചേട്ടനാണ് ഓപ്പറേറ്റർ. ചേട്ടാ പേരെന്തായിരുന്നു ഓപ്പറേറ്റർ ചേട്ടൻ്റെ പേര്? ചെങ്കോട്ടെ. സ്ഥലത്തോടെ പേര് തന്നെ പേരും ചെങ്കോട്ട എന്താ മാതിരി ഒരു പേര് വെക്കില്ലേ? ആ ആ ആ ആ ഇതൊരു ആദ്യമായിട്ട് കേൾക്കണ പേരാ, ചെങ്കോട്ടൈ. അപ്പോൾ ആളാണ് ഓപ്പറേറ്റർ. അപ്പോൾ തുടങ്ങാനുള്ള പരിപാടിയാണ്. ഇനിയിപ്പോൾ അത് ഫിറ്റ് ചെയ്യുക. സംഭവം വർക്കിംഗ് തുടങ്ങിയിട്ടാ. അതെ, അതൊന്ന് സ്റ്റാർട്ട് ചെയ്തു ആദ്യം തന്നെ. ഇനി ഫസ്റ്റ് സാധനം ഇടായി. ഇതിൻ്റെ മുകളിൽ കയറിയുന്ന സുഖമായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യണമെന്നുള്ളത് കാണാം കേട്ടോ. ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് മുകളിൽ തന്നെ. പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു 5 അടിയുള്ള റാഡ് മുഴുവൻ താന്നു കേട്ടോ. 5 അടി ഇല്ല തോന്നുന്നത്, അത് 4 അടിയൊക്കെ ഉള്ളൂ തോന്നുന്നു. ഇനി ആ മണ്ണ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പൈപ്പ് ഇറക്കി വെച്ചു കേട്ടോ. അത് എടുക്കുക എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാറയിലേക്ക് മുട്ടിയതിന് ശേഷമാണ് ആ പൈപ്പ് എടുക്കുള്ളൂ. അതുവരെ ഇനി അത് വെച്ചിട്ട് അടിക്കാം, മണ്ണ് തെറിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ വേണം ഇറങ്ങി പോകാനായിട്ട്. അത് ആദ്യം ഒന്ന് ടൈറ്റ് ചെയ്യും. വേണ്ട, മണ്ണ് വേണ്ട. ഔദ്യോഗികമായി പണി ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത റാഡ് ഇട്ടിരിക്കുകയാണ് കേട്ടോ. 2, 4, 6, 8, 10. മണ്ണിൽ അടിച്ചായിരുന്ന സാധനം ഊരി എടുത്തു കേട്ടോ. അത് കണ്ടു. ഇതിപ്പോൾ 10 അടി അല്ലേ മണ്ണ് മട്ടും. ആ ആ ആ ഇനിയിപ്പോൾ മറ്റേ വേറൊരു ഇത് മാറ്റിയിടും. കണ്ടു, അങ്ങനത്തെ സാധനം ഇട്ടിട്ടാണ് കേട്ടോ ഇനി അടിക്കുന്നത്. കണ്ടോ, വലിപ്പം കൂടിയ സംഭവം കണ്ടോ. മട്ടിപ്പാറയൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മണ്ണ് കഴിഞ്ഞു. അപ്പോൾ മട്ടിപ്പാറ വന്നു കഴിഞ്ഞാൽ ഇതിട്ടിട്ട് അടിക്കുക. അപ്പോൾ ഇത് ഭയങ്കര വലിപ്പം കൂടുതലാണ് കേട്ടോ ഈ ഒരു ബിറ്റ്. അണ്ണാ ഇത് എത്ര ഇഞ്ച് തന്നെ? ഇത് വലിപ്പം 6.5. ആ ഇത് 6.5 കേട്ടോ. അങ്ങനെ നമ്മളുടെ വിരിച്ച പാറയിലേക്ക് തിരിക്കുകയാണ് കേട്ടോ. പാറയിലേക്ക് മുട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് ഇടേണ്ട ആവശ്യമില്ല. എന്താ പറയുക, പൈപ്പ് ഇടേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവർ എനിക്കൊന്ന് സേഫ്റ്റിക്ക് നോക്കിയിട്ട് തന്നുകൊണ്ട് കുറച്ചുകൂടി കാത്താമെന്ന് വിചാരിച്ചിട്ട്
പൈപ്പ് ഇടാൻ വേണ്ടി. പൈപ്പ് ഇടുമ്പോൾ 300 രൂപ കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്, ഒരടിക്ക് 300 എങ്കിലും കൂടില്ല. അപ്പോൾ അതുകൊണ്ട് മാക്സിമം അവർ പൈപ്പ് ഇടാൻ വേണ്ടിയിട്ട് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കി നോക്കട്ടെ. നമ്മൾ പാറയിലേക്ക് മുട്ടിയിട്ട് പിന്നെയും ഒരു 5 അടി അടിച്ചു കിട്ടാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചോദിച്ചപ്പോൾ പറഞ്ഞ പൈപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 15 അടിയിലാണ്. അപ്പോൾ 15-30 അടി തികച്ചങ്ങോട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ വീണ്ടും കുറച്ചുകൂടി അടിച്ചത്. സംഭവം വേണമെങ്കിൽ നമ്മൾ ഒരടി പൈപ്പിന് 300 രൂപ ഉള്ളപ്പോൾ 5 അടി കുറഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 15 1500 രൂപ കുറയും കേട്ടോ. അപ്പോൾ അത്രയധികം വ്യത്യാസം വരും. അപ്പോൾ നമുക്ക് നിർത്തണമെങ്കിൽ നിർത്താം. പക്ഷേ ഇതെന്താ പറയുക, നമ്മൾ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ അതിന് മണ്ണിറങ്ങി അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കംപ്ലയിൻറ്റ് നമ്മൾ പറഞ്ഞ് നിർത്തി അത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ എത്ര പറയണോ അത്ര അടിച്ചോട്ടെ എന്നുള്ളൊരു കണ്ടീഷനിലാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തോളാൻ പറഞ്ഞതിൻ്റെ കാരണം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതിൽ അവർ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഒഴിച്ചു കൊടുത്ത് വെള്ളം നേരെ അതിനകത്തേക്ക് പോകുന്നുണ്ട്. നേരെ പോയിട്ട് വെള്ളം എന്താ പറയുക അടിക്കുന്ന സമയത്ത് മിക്സ് ചെയ്യുന്നത് കൊണ്ടാണ് വലിയ കാര്യമായിട്ട് പൊടി പറക്കാണ്ട് വലിയ പ്രശ്നമില്ലാണ്ട് പോണതിൻ്റെ കാരണം കേട്ടോ. ഇത് ഞാൻ ആദ്യം വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനറേറ്റർ അതാണ്. ജനറേറ്റർ അല്ല, ശരിക്കും പറഞ്ഞാൽ ജനറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇത് എയർ കംപ്രസറാണ് കേട്ടോ. എയർ കംപ്രസറാണ് ഈ കാണുന്ന സാധനം. ഇത് സാധാരണ നമ്മുടെ ഡീസൽ ഇഞ്ചൻ പോലത്തെ സെയിം സാധനം തന്നെയാണ്. അതിൻ്റെ റേഡിയേറ്ററും കാര്യങ്ങളും അതേപോലെ തന്നെ ഇതാണ് എയറിൻ്റെ കംപ്രസറും കാര്യങ്ങളും. ഡീസൽ ടാങ്കും കാര്യങ്ങളൊക്കെ ഇവിടെ പുറത്തുണ്ട്, ഇവിടെ ഉണ്ട്. ഇതിൽ നിന്നാണ് ഈ സംഭവം പോകുന്നത്. ഇതുണ്ട് റേഡിയേറ്ററും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ഫുള്ള്. അതിൻ്റെ എയർ ഫിൽറ്റർ കാര്യങ്ങൾ, ലൈറ്റ്, എൻജിൻ റൂമിൽ ലൈറ്റ്, എല്ലാ പരിപാടിയും ഉണ്ട് കേട്ടോ. എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുന്നത് നോക്കിയാൽ. ഇതാണ് എയർ പുറത്തേക്ക് പോകുന്ന പൈപ്പ്. ഈ ഒരു പൈപ്പിൽ കൂടെ പോയിട്ടുള്ള എയറാണ് അവിടെ നമ്മളുടെ എന്താ പറയുക കുഴി കുഴിക്കാനായിട്ട് ഫുള്ള് സഹായിക്കുന്നത്. ആ പൈപ്പിൻ്റെ എയർ കൊടുക്കുമ്പോഴാണ് വെള്ളം, പൊടി, കല്ല് ഒക്കെ താഴത്തേക്ക് വരുന്നത്. ഈ പൈപ്പാണ് നമ്മളിപ്പോൾ ഇറക്കാൻ വേണ്ടി പോകണം. ഇതിൻ്റെ ബ്രാൻഡ് എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ നോക്കട്ടെ കേട്ടോ. ഏതാ ബ്രാൻഡ് എന്നുള്ളത്? ബ്ലൂ സ്റ്റാർ കിട്ടിപ്പോയി. ഇതുണ്ട് ബ്ലൂ സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ്. അതേപോലെ 140 mm 6 ഗേജ് സ്ക്വയർ 0.6 mm ക്ലാസ് 3 ISI മുദ്ര കാര്യങ്ങൾ ഒക്കെ ഉണ്ട് കേട്ടോ. ബ്ലൂ സ്റ്റാർ എന്നാണ് പേര്. അതുപോലെ 140 mm 6 mm തിക്നെസ് ക്ലാസ് 3 ISI മുദ്ര കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് തന്നെയാണ് ഫുള്ള് എഴുതിയേക്കണം. ഞാൻ വിചാരിച്ചേ ഒരു സൈഡിൽ എഴുതിയിട്ടുള്ളൂ, അത് കാരണം അറിയില്ലായിരുന്നു എഴുതിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയില്ല. രാത്രിയൊക്കെ ഇവർക്ക് പണിയെടുക്കുകയാണെങ്കിൽ വയറൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് LED ലൈറ്റും വയറും അതിൻ്റെ സെറ്റിങ്ങും സ്റ്റാൻഡൊക്കെ കണ്ടു എല്ലാം കുറിച്ചാണ്. ഇപ്പോൾ എത്ര അടി അടിക്കാനുള്ള ഇത് വേണമെങ്കിൽ തൊപ്പ് ഊരിയാണ് രണ്ടാമത്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഊരിയിട്ട് ഇവർ പൈപ്പ് ഇടും. പൈപ്പ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ വെച്ചിട്ടുള്ള ആ സംഭവങ്ങളൊക്കെ ഊരി മാറ്റും, പൈപ്പ് മാത്രമാക്കും. അതാണ് പരിപാടി കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഫുൾ സാധനം എന്തേ അയച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ പെട്ടെന്ന് തന്നെ പാറ കണ്ട കാരണം പൈസ ചിലവ് ലേശം കുറയും. അതെന്ന് പറഞ്ഞാൽ അത് കൂടുതൽ നമ്മൾ പൈസ ഇറക്കുമ്പോഴും കൂടുതൽ പൈസ നമ്മൾ പോകും. എന്തായാലും അപ്പോൾ ഊരിയിട്ട് വീണ്ടും ഇനി ഡിഷ് മാറ്റി. ഈ 6.5 അടിയുടെ ഡിഷ് മാറ്റിയിട്ട് 4.5 അടിയുടെ ഡിഷാണ് ഇനി ഇത് കേട്ടോ. ആ കണക്കാണ് ഇതിൽ 4.5 അടി എന്നുള്ളത് പറയുന്നത്. ഈ അടിക്കണ 6 അടിക്കൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 4 അടിയുടെ പൈസ തന്നെയാണ് മേടിക്കുള്ളൂ. വേണ്ട എയർ കൊടുത്ത് ചെളിയും പൊടിയും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് കളയുന്നുണ്ട്. എന്തായാലും ഒക്കെ ഊരി അതിന് ബിറ്റും കാര്യങ്ങളും മാറ്റി വെക്കാം. അപ്പോൾ ഈ പൈപ്പ് ഇടാനുള്ള പരിപാടിയാണ് കേട്ടോ. പൈപ്പ് നേരെ ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ വെച്ച് നേരെ ഇറക്കി വിടണം. കണ്ടോ കണ്ടോ അങ്ങനെ ഇറങ്ങി 6 അടി ആയതുകൊണ്ട് ഇത് 4 അരി അല്ലേ ഉള്ളൂ. അല്ല 5 അരി ഉണ്ടാവും. 1 ഇഞ്ച് ഗ്യാപ്പുണ്ട്. അപ്പോൾ സുഖമായിട്ട് ഇറങ്ങിപ്പോവും. ടൈറ്റോ കാര്യങ്ങളോ വേറെ ഒന്നും ഉണ്ടാവില്ല. വേണ്ട ശരിയാൻ പാടില്ല എന്ന് മാത്രം, ബെൻഡാവാൻ പാടില്ല. കറക്റ്റായിട്ട് ഇറങ്ങി പോകണം. പിന്നെ ഇനി ഇതിലൊരു ഹുക്ക് ഇടും ഇറങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി പശ തേക്കും. പശ തേച്ചിട്ട് അത് ജോയിൻ ചെയ്യും. പശ തേക്കും നന്നായിട്ട്. അതാണ് ആദ്യത്തെ പ്രാവശ്യമൊക്കെ നമ്മൾ മോട്ടർ അടിക്കുമ്പോൾ പശയുടെ മണം നന്നായിട്ട് വരില്ലേ, അതിൻ്റെ കാരണം വേറെ ഒന്നുമില്ല. കൈ കൊണ്ട് വരി അങ്ങോട്ട് തേക്കും. സ്റ്റാർ ബൗണ്ട്
ഇതെങ്കിലും ഫുള്ള് ഭക്ഷണം കഴിച്ചു. അമ്മ വെള്ളം ഒഴിക്കണം. അടിപൊളി ഫുള്ള് കയറി കണ്ടോ. ഇനി അനങ്ങാണ്ടിരിക്കാൻ കുറച്ച് പൊടി ഇട്ടു. ക്ലീൻ ക്ലീൻ. ഇനി എത്ര ഇറങ്ങും എന്നുള്ളത് നോക്കിയിട്ട് ബാക്കി മുറിക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. 30 അടിയിൽ ഇടേണ്ട വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിള്ളേർ തന്നെ കേട്ടോ കൂടുതൽ പരിപാടി ചെയ്യണം നമ്മൾ. ഇറങ്ങിപ്പോയി. എത്ര സിമ്പിളായിട്ടാണ് പോണെന്ന് നോക്കി. കഴിഞ്ഞു. ആറല്ലേ 36 30 ഇട്ടിട്ടുള്ളൂ അപ്പോൾ അല്ലേ? ഓക്കെ. അങ്ങനെ പൈപ്പ് ഇട്ടതിന് ശേഷം ഫസ്റ്റ് ബിറ്റൊക്കെ മാറ്റി 4.5 ബിറ്റ് വെച്ചു. ഇനി വീണ്ടും തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ പൈപ്പ് അടി വരെ പോയി. അവർ 30 അടിയിൽ മുറിച്ചു. മറ്റേ സാധനങ്ങളൊക്കെ എടുത്തു. ഇനി ഒക്കെ ക്ലീൻ അങ്ങനെ സാധനം ഇട്ടു. ഇനിയാണ് ശരിക്കുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇതുവരെ നമ്മൾ അഴിച്ചു മാറ്റാനായിരുന്നു. ഇനി എത്ര അടി പോകണ്ടോ അത് കഴിഞ്ഞിട്ടാണ് അഴിക്കേണ്ട ആവശ്യമുള്ളൂ. അഴിക്കണ പരിപാടി കഴിഞ്ഞു ഇതോട് കൂടിയിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുക. ഇനിയിപ്പോൾ ആദ്യം 5, 10, 15, 20, 25 നമ്മളിട്ട ഇതും കൂടിയിട്ട് 30 അടി. 30 അടിയാണ് ഇട്ടത്. ഇനിയിപ്പോൾ ഇത് എത്ര 50 അടി അടിച്ച് കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്ന് മെല്ലെ മെല്ലെ ഇറക്കും. അപ്പോൾ ഒരു 300-ൻ്റെ ഉള്ളിൽ ആവശ്യം വെള്ളം കിട്ടുമെന്നാണ് നമ്മൾ വിചാരിക്കണത്. ഒരു 150 ആകുമ്പോഴേക്കും വെള്ളം കിട്ടും. അത് കഴിഞ്ഞാൽ 300 ആവശ്യമാവും എന്നാണ് വിചാരിക്കണത്. എന്തായാലും നോക്കാൻ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത്. അങ്ങനെ വെള്ളം കണ്ടു കേട്ടോ. എത്രയാ? 75 55. 55 അടിച്ചപ്പോഴേക്കും വെള്ളം ഇഷ്ടം പോലെയായി. ഒരു 55 അടി അടിച്ചോളൂ കേട്ടോ. അപ്പം അതിൻ്റെ അർത്ഥം ഇഷ്ടം പോലെ വെള്ളമുള്ള സ്ഥലമാണെന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ളത്. 55 അടിയിൽ വെള്ളം കണ്ട കാഴ്ച. 55 അടിയിലാണ് നമ്മുടെ വെള്ളം കണ്ട. ഹാപ്പിയായി, സന്തോഷമായി. ഇനിയിപ്പോൾ വെള്ളം ഇല്ല എന്നുള്ള പരാതി ഇല്ല. ഇനി അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം ഇപ്രാവശ്യം വെള്ളം വെച്ച് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഫസ്റ്റ് കരി പൊട്ടി. പക്ഷേ ഫസ്റ്റ് കരി പൊട്ടിയിട്ട് എന്താ ഉണ്ടാവേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ ഗതിക്ക് നല്ല വെള്ളം പോരുകയാണെങ്കിൽ ശരിക്കും 55 അടി അടിച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ നിർത്താൻ പറ്റും നമുക്ക്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നേ ഇത് ഇഷ്ടംപോലെ വെള്ളം. അടിപൊളി. 55 അടിയിലൊക്കെ വെള്ളം കിട്ടാന്ന് പറഞ്ഞാൽ ഭാഗ്യട്ടാ. അതും വേണ്ട പറയാൻ. ഇനിയിപ്പോൾ നോക്കി നോക്കാം വെള്ളം എന്തോരം വെച്ച് വരുന്നത്. അമ്മോ, ഇഷ്ടം പോലെ വെള്ളം. ഹാപ്പിയായി. നമ്മൾ മനസ്സിലൊരു ടെൻഷൻ അടിച്ചിരിക്കണം എപ്പോഴായാലും. വെള്ളം കിട്ടുമോ എന്ന്. ആ ഒരു ടെൻഷൻ പോയി. ഇനി വെള്ളം വിടാനുള്ള വഴി റെഡിയാക്കണം. ഇത് മാറ്റുമ്പില്ല വെള്ളം അങ്ങനെ ചീറ്റൂട്ടാ. നന്നായിട്ട് വെള്ളമായി. ഒറ്റ കരി പൊട്ടിയിൽ തന്നെ ഇഷ്ടം പോലെ വെള്ളമായി. എന്തോരം വെള്ളം ഒഴിച്ച് പോകണമെന്നുണ്ട്. ഇനിയിപ്പോൾ വെള്ളം ചീറ്റുമ്പോൾ നോക്കിക്കോ. അതെ കണ്ടോ. വേറെ 55 അടി അടിച്ചുള്ളൂ. ഈ 6ാമത്തെ ബിറ്റ് ഇട്ടിട്ടുള്ളൂ കേട്ടോ. അമ്മ അടിപൊളി. എന്തായാലും ഹാപ്പി. ഇപ്പം 100 അടി 105ാമത്തെ ഇട്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു 95 ആയപ്പോൾ വീണ്ടും ഒരു കരി പൊട്ടി. അപ്പോൾ ഇഷ്ടംപോലെ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ആൾ പറഞ്ഞ് 10 അടിക്കടി അടിച്ച് നിർത്താം എന്ന് പറഞ്ഞു. അത്രയധികം വെള്ളമായി കണ്ടോ. ആവശ്യം വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 അടിയിൽ തന്നെ ആവശ്യം വെള്ളത്തിന് മേലെയായി. ഇപ്പോൾ 95-ലധികം പൊട്ടിയപ്പോഴേ കണ്ടമാനം വെള്ളമായി. അത് ഇത്ര വെള്ളം കണ്ടിന്യൂസ് വലിച്ചുകൊണ്ടിരിക്കുക കണ്ടോ. ആവശ്യമായി. അപ്പോൾ ഒരു 5 ഡിഗ്രി അടിച്ച് 110-ൽ നിർത്താമെന്ന് എടുത്തിട്ടാണ് കേട്ടോ. വെറുതെ അടിച്ച് കുറേ കൊണ്ടായിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ആവശ്യത്തിലധികം വെള്ളം കിട്ടുന്ന ആൾ തന്നെ പറയുന്നത്. ആൾ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 95-ൽ ഒരു കരുകൂടിയും പൊട്ടിയിട്ട് വെള്ളം ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഇത് സ്റ്റോർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ
കുറച്ചുകൂടി എന്താ പറയുക ആഴത്തിൽ അടിച്ചു കഴിഞ്ഞാലാണ് വെള്ളം നമുക്ക് അടിച്ചു കഴിഞ്ഞാൽ തീരാണ്ടിരിക്കുള്ളൂ. അപ്പോൾ അത് കാരണം നമുക്കൊരു 150 വരെ ആയാലും അടിക്കാം എന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. കാരണം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നാളെ ഇതിൽ വീട് പണിത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂട്ടാനൊന്നും പറ്റില്ല. ഇപ്പോൾ ആകെ അടിച്ചു കഴിഞ്ഞാൽ 10 അടി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറും 900 രൂപ വരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെറുതെ എന്താ പറയുക അടിക്കാൻ തിരിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും പ്രശ്നമാവും. അപ്പോൾ അടിക്കാൻ പറ്റുന്നിടത്തോളം അടിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവർ അത് കാരണം 150-നുള്ള സംഭവങ്ങളൊക്കെ അവിടെ നിരത്തിയിട്ടുണ്ട്. 150 അടി വരെ മാക്സിമം അടിക്കാമെന്ന് പറഞ്ഞേക്കണം. അപ്പോൾ സ്റ്റോറേജ് ആവശ്യം പോലെ സ്റ്റോറേജ് പോകും. അപ്പോൾ യാതൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും അങ്ങനെ ചെയ്യട്ടെ, എല്ലാവരും റെസ്റ്റ് എടുക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. മറ്റേത് വെള്ളം കിട്ടിയില്ലെങ്കിൽ ആകെ ഒരു ടെൻഷനും കാര്യങ്ങളാണ്. ഇതിപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ ഈ ഒരു പ്ലോട്ടിലൊരു അടിപൊളി വീടാണ് നമ്മുടെ ലക്ഷ്യം. അത് എത്രയും പെട്ടെന്ന് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സാങ്ഷൻ എടുക്കാനും കാര്യത്തിനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് അടുത്ത വീഡിയോയിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും സംഭവങ്ങളൊക്കെ പറയാം. വെള്ളം ചീറ്റണോണ്ടാ അല്ലെങ്കിൽ വെള്ളം വല്ല അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഇത് അടിക്കാൻ വെള്ളത്തിൻ്റെ സംഭവം ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടോ. ഇതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവില്ല. കാരണം ഇത്രയധികം വെള്ളം അവിടെ തന്നെ ഇത് അടിക്കുമ്പോൾ തന്നെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട എന്താണ് ആവശ്യം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഒരു കുടം വെള്ളം ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്താണോ? അങ്ങനെ നമ്മുടെ 145-ാമത്തെ റാഡും കഴിഞ്ഞു. ഇനി ഇതേ 150-ാമത്തെ ഒരു റാഡാണ് ബാലൻസ് ഉള്ളൂ. 150 അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരും. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ വെള്ളം നല്ല സ്ട്രോങ് ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ 150-ൽ നിർത്താനാണെന്ന് കണ്ടു. ഇത്ര വെള്ളമാണ് വരുന്നത്. വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എന്തായാലും 150-ൽ അടിച്ച് നിർത്തുകയാണ് കേട്ടോ. $150 ലാസ്റ്റ് അല്ലേ? നേരെ വിടുകയാണ് കേട്ടോ. ഭയങ്കര സ്ട്രോങ്ങിൽ തെറിക്കുന്നതുകൊണ്ട് അതാണ് ക്ലീൻ ചെയ്യാനും കൂടുതലാണെന്നുകൊണ്ട് ചെയ്യണത്. എന്താ പോലെ. അപ്പം അങ്ങനെ നമ്മുടെ ലാസ്റ്റ് റാഡഗിരി അടിച്ച് നമ്മൾ നിർത്തുകയാണ് കേട്ടോ പരിപാടി. എന്തായാലും അടിപൊളി, ഹാപ്പി ചെയ്യാൻ ആവശ്യം വെള്ളവും കിട്ടി. ഇനി വീട് പണിയും കാര്യങ്ങളും തുടങ്ങിയാൽ മതി. അപ്പോൾ ഇവരുടെ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ തൃശ്ശൂർ തന്നെയാണ്. തൃശ്ശൂർ നമ്മുടെ പള്ളിമൂല സൈഡിൽ തന്നെയാണ് ഇവരെ മുളകാവ് സൈഡിൽ. അപ്പോൾ ഇവരെ വേണമെന്നുള്ള ആൾക്കാർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. 90 രൂപയാണ് ഇവരുടെ ഒരടി ഈ അടിക്കാനായിട്ട്. പൈപ്പിനാണെങ്കിൽ 300 രൂപയും. അത് 4.5 ഇഞ്ചെന്ന് പറയുന്ന സംഭവം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് സംഭവം. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലീനായിട്ട് കാര്യങ്ങൾ ചെയ്തു തരും. അപ്പോൾ ഇതിൻ്റെ ഓണർ നമ്മൾ അറിയുന്ന ഒരു ചേട്ടനാണ്. അപ്പോൾ ആൾ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ക്ലീനാക്കി ഇതുവരെയുള്ള സംഭവങ്ങൾ ഓക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കാണെങ്കിലും ലാവിഷ് വെള്ളവും കാര്യങ്ങളായി വെള്ളം ഇവിടെ തന്നെ ഒഴിച്ച് പോകണമല്ലോ. ഇത്ര തിക്ക് വെള്ളമാണ്. ലാവിഷ് വെള്ളം കണ്ടിന്യൂസ് കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായില്ലേ. ഇങ്ങനെ പരന്നൊഴുകണത് കൊണ്ടേ നമുക്ക് തോന്നാത്തതാണ് സംഭവം. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ഓസിക്കട വരികയാണെങ്കിൽ ഇല്ലേ ഫുൾ കണ്ടിന്യൂസ് അത്ര വെള്ളമാണ് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ഫിനിഷ് ചെയ്തു കേട്ടോ. പരിപാടി കഴിഞ്ഞു. അത് കയറി നിന്ന് ക്ലീൻ ചെയ്യാനുള്ള പരിപാടി വന്നുകൊണ്ട് ഇതുകൊണ്ട് ഇനി ഫുള്ളിൻ്റെ അഴുക്കും കാര്യങ്ങളൊക്കെ കളഞ്ഞ് ഇതിൻ്റെ ഉള്ളിലത്തെ വെള്ളം ഞാൻ ചോദിച്ചപ്പോഴേ ഇത് ക്ലീൻ ചെയ്യാൻ അല്ലാത്തപ്പോൾ ഫുള്ള് ഇതേപോലെ തന്നെ വെള്ളം അതിൻ്റെ ഉള്ളിലത്തെ വെള്ളം തന്നെയാണ് ഒലിച്ചു വന്നുകൊണ്ടിരുന്നായിരുന്നു കേട്ടോ. ഇനി ക്ലീൻ ചെയ്യണം. ഫുള്ള് ക്ലീൻ ചെയ്യും. മാറിയില്ല മാറിയെന്നില്ലെങ്കിലേ മേത്തേക്ക് മൊത്തം വെള്ളം തെറിക്കും. ഫുൾ എയർ കൊടുത്ത് ഫുള്ള് വേസ്റ്റ് അടിച്ച് കളയാട്ടാ. അമ്മോ അല്ല തുണ്ട് അഴുക്കുണ്ടാവില്ല. സമൃദ്ധിയായിട്ട് വെള്ളമായി. ഇനി ഒന്നും നോക്കാനില്ല. മോട്ടർ കൊണ്ടുവന്ന് വയ്ക്കുക, അടിക്കുക, പറമ്പിൽ കൃഷി ചെയ്യാം.
ഫുള്ള് തെളിഞ്ഞ വെള്ളം ആവണ വരെ ക്ലീൻ ചെയ്ത് എയർ കൊടുത്തുകൊണ്ടേയിരിക്കും അവർ. ഊരാണ് കേട്ടോ. ഇനി ഓരോന്ന് ഊരാനുള്ള പരിപാടിയാണ്. ഇനി എത്ര ആട് ഊരണം. ഇനി മുകളിലേക്ക് വെള്ളം തെറിപ്പിക്കുകയാണ് കേട്ടോ. ഇതാണ് ശരിക്കും തെറിക്കുന്നത് കാണാം. ആ ബോർവെല്ലിലെ വെള്ളമാണ് ഈ വരുന്നത്. ക്ലീൻ ചെയ്തു കണ്ടോ. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഇനി എല്ലാം ഊരിയെടുക്കണം ഓരോന്ന്. ഇനി ഓരോന്ന് ഊരട്ടേട്ടാ. ഇനി പിള്ളേർക്ക് പണിയുണ്ട്. ചടപടാന്ന് പറഞ്ഞിട്ട് സാധനം ഒതുക്കണം. ഇത് എണ്ണം നമ്മൾ ശരിക്കും അതാണ് എണ്ണിക്കോളാൻ പറഞ്ഞു. എത്ര എണ്ണം, ഒരെണ്ണം 5 അടി വെച്ചിട്ട് എത്ര എണ്ണം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര അടി, അങ്ങനെയാണ് കേട്ടോ കണക്ക്. എണ്ണത്തെ കറക്റ്റായിട്ട്. അപ്പോൾ തൃശ്ശൂർ വശത്തൊക്കെ വീട് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളുടെ ഇപ്പോൾ ഈ പ്ലോട്ടിൽ വീട് പണിത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ മെസ്സേജ് അയച്ചാൽ മതി. തൃശ്ശൂരിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ, അതേപോലെ ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീട്, 7 സെൻറ്റ് സ്ഥലം, എല്ലാത്തിനും കൂടിയിട്ട് ഒരു 40 ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പണി തുടങ്ങണമാണ് ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉള്ള മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അപ്പോൾ ഇഷ്ടമുള്ള ആൾക്കാർ കമൻ്റ് അയയ്ക്കുക. അപ്പോൾ നമ്മൾ നമ്പർ തരാം. അപ്പോൾ അങ്ങനെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ.